ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലയേഴ്സ് ഇൻ ലവിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. അതായത് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൈനൽ എപ്പിസോഡ്. സോ ഇതിലായിരിക്കും മനസ്സിലാകാൻ പോകുന്ന ഇവർ ട്വിസ്റ്റായിട്ട് കീപ്പ് ചെയ്യുന്ന സംഭവം എന്തുവാന്ന്. സോ ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ഫൈനൽ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലീക്കാണ് സംശയം വന്ന് കാണും, സത്യത്തിൽ ഇവൻ റാൻ തന്നെയാണോ അല്ലേ അവന്റെ മരിച്ചുപോയ കസിനാണോ എന്ന്. കാരണം ചെൻ അവന്റെ ഷോൾഡറുള്ള പാട് വെച്ചപ്പം ഇവനും കുറച്ച് ടെൻഷനായി കാണും. അതിൽ തന്നെ ലീക്ക് നല്ലോണം ഇവനോട് സംശയമായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഇവരിൽ നിന്ന് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ചെന്നാണ് നിനക്ക് റാനും എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് സങ്ലയും അത് വേറെ ഒന്നുമല്ല, ഇവള് തന്നെ അവനെ പ്രൊപ്പോസ് ചെയ്തപ്പോൾ അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പറയും. അതായത് അവൻ റിജക്ട് ചെയ്തെന്ന് ഇവളും പറയുമ്പം ഇത് കേട്ട് ചെന്നാണ് ഷോക്കായിട്ട് റാനാണ് റിജക്ട് ചെയ്തെന്ന് പറഞ്ഞ് അവൾ എന്തോ കാരണം ചോദിക്കും. അപ്പോഴാണ് സങ്ലയും അവൻ പറഞ്ഞ കാരണം എന്തോന്ന് വെച്ചാൽ അവനേതോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് അതിനുശേഷം അവൻ ഇതിന് മറുപടി പറയത്തുള്ളെന്ന്. അങ്ങനെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തോന്ന് പറഞ്ഞ് ഇവളും കുറെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഉറക്കം വരാതെ ഇവളാണ് പുറത്തേക്ക് നിന്നിരിക്കുമ്പോഴാണ് അതേസമയം അവിടേക്ക് റാനും വന്നിട്ട് നിനക്കും ഉറക്കമൊന്നുമില്ലെന്ന് പറഞ്ഞ് അവന് സംസാരിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഇവൾക്കൊരു ചോദ്യത്തിന് ഉത്തരമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് ചെയ്യാണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ ഷോൾഡർ ഇല്ലാത്ത ഇഞ്ചുറി ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറെ ആലോചിച്ച് നോക്കിയിട്ട് ഇവളോട് അതാണ് സത്യം പറയും. പക്ഷെ എന്തോ കാര്യമൊന്നും ഇവൻ പറയത്തില്ല. അതുകൊണ്ട് അവളാണ് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഫേസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം എന്റെ അടുത്ത് എന്താ പറയാത്തേന്ന് ഇവളും കുറെ ചോദിച്ചു നോക്കും. പക്ഷെ അവനാണ് അതിനെക്കുറിച്ച് ഒരു മറുപടി പോലും പറയത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അവളാണ് ഇനി നീ സത്യം പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ലീ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവനോട് ഷെയർ ചെയ്യും. ഒരു ശിവ അന്വേഷിക്കുന്ന ആ സൂചിനെ കിഡ്നാപ്പ് ചെയ്ത ആളാണെങ്കിൽ അത് സൊൻബിയോ എന്ന് പറഞ്ഞ ഒരാളെന്ന് പറയും. അങ്ങനെ അവൻ അവിടെ നിന്ന് ലീക്ക് അറിയാന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസം കമ്പനി വെച്ച് സൂചിങ്ങാണ് സന്തോഷത്തിൽ റാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വരുമ്പം അവനാണ് അത് ചുമ്മാ ഫോർമലിന് വാങ്ങിച്ചു വെച്ചിട്ട് അവനെ തുറന്നു നോക്കത്തില്ല. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവളും കുറച്ച് സമയം മുമ്പ് ഇവൻ സംഗ്ലിക്ക് വേണ്ടി വാങ്ങിച്ച ഗിഫ്റ്റ് സന്തോഷത്തോടെ നോക്കുന്നുണ്ട്. ഇവളോട് സ്നേഹമില്ലെന്ന് മനസ്സിലാക്കി അവൾ ഇവിടെ തീരുമാനം എടുക്കും അവൾ തിരിച്ച് വിദേശത്ത് പോകാൻ പോകുന്നു. അങ്ങനെ അതുകൊണ്ട് അവനാണ് എങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും കാണാന്ന് പറഞ്ഞ് അവൾക്ക് ബായ് പറയുമ്പം അവളും കുറച്ച് വിഷമത്തോടെ സംഗ്ലിക്ക് ബോയ് ഫ്രണ്ട് ചൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അതേസമയം ലീ ആണ് അവന്റെ ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവൻ ഒരുത്തിനെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും റാനിനെ കുറിച്ചുള്ള സത്യം അറിയാൻ വേണ്ടി. അപ്പോഴാണ് അവൻ അറിയാൻ വരുന്ന റാൻ വിദേശത്ത് വെച്ച് അവന്റെ പേര് മാറ്റിയിട്ടുണ്ട്. കൂടാതെ അവൻ എന്തോ ഒരു മേജറായിട്ടുള്ള സർജറിയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ അറിഞ്ഞ് ഇവനാണ് എങ്കിൽ പിന്നെ അന്ന് ആ കാർ ആക്സിഡന്റ് മരിച്ചത് ഇവന്റെ ബോസിന്റെ മകനാന്ന് ഇവൻ ഉറപ്പ് വരും. അങ്ങനെയാണ് അവന്റെ സ്ഥാനത്ത് ഇപ്പൊ റാൻ ചുമ്മാ നാടകം കളിക്കാന്ന് പറഞ്ഞ് ഇവൻ എല്ലാ കാര്യം പിടികിട്ടും. എന്നിട്ട് റാന്റെ സ്റ്റെപ്പ് മദറെ മെസ്സേജ് അയച്ച് ഇന്ന് തന്നെ നമുക്ക് ഇവിടെ സ്ഥലം വിടണം എന്ന് പറഞ്ഞ് അവൾ എയർപോർട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. കൂടാതെ ഇവളുടെ മോനെ സുരക്ഷയായിട്ട് വേറൊരാളെ കൊണ്ട് പിക്കപ്പ് ചെയ്യിപ്പിക്കാന്ന് മെസ്സേജ് ഇട്ടേക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ ലീ ആയിട്ട് സ്ഥലം വിടാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ റാന്റെ അച്ഛനാണ് തടഞ്ഞിർത്തി ഇവളെ ഈ വീടിൽ നിന്ന് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോഴായിരിക്കും അവൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പക്ഷേ ഇവൾ ഇവിടെ നിന്ന് പോയില്ല. പിന്നെ ഇങ്ങേര് ആദ്യത്തെ ഭാര്യയുടെ ചേട്ടന്റെ മകനെ കൊന്ന കാര്യമൊക്കെ ഇവൾ ഫുൾ എവിഡൻസോടെ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന പറയും. ഇത് കേട്ട് അയാളാണ് പേടിച്ചു പോയി നീ ഇപ്പൊ എന്തായാലും ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവളെ തടഞ്ഞിർത്താൻ നോക്കുമ്പം ഒരു പക്ഷേ ഇനിയും വിശ്വാസം വന്നില്ല ഇവൾ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയും. പക്ഷെ ഇവൾ കുറച്ച് സമയം കഴിഞ്ഞ് എയർപോർട്ടിൽ എത്തിയില്ല. പിന്നെ എവിഡൻസ് എല്ലാം ഇന്റർനെറ്റ് ഫുള്ള് സ്പ്രെഡ് ആണെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് റാന്റെ അച്ഛനാണ് പേടിച്ചു പോയി ഇവൾ അവിടെ നിന്ന് പോകാൻ സമ്മതിക്കും. അങ്ങനെ അതിനുശേഷം അയാളുടെ സെക്രട്ടറി ഫോം വിളിച്ച് മറ്റേ കില്ലറിന് കിട്ടിയെന്ന് പറഞ്ഞ് ഇയാൾ നേരിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് ആ റൂമിൽ അതിനുമ്പോ തന്നെ റാങ്ക് കാണും. അതുകൊണ്ട് ഇങ്ങേരും പേടിച്ച് ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്ന ചോദിക്കുമ്പം അവനും അച്ഛൻ അന്വേഷിച്ച ആൾ ഇയാളല്ലെന്ന് പറഞ്ഞ് പണ്ട് നടന്ന ഒരു കാർ ആക്സിഡന്റിനെ കുറിച്ച് ഓർമ്മയുണ്ടെന്ന് ഇവൻ ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവന്റെ അച്ഛനാണ് പേടിച്ചു പോയി അന്ന് ആ കാർ ആക്സിഡന്റ് നിന്റെ കസിനെല്ലാം മരിച്ചോയെ അതിനെ കുറിച്ച് നമ്മൾ എന്തിപ്പം പറയാൻ പറ്റും എല്ലാം നടക്കേണ്ടത് നടന്നു എന്നിന് അളിയൻ ചെയ്യാത്ത പോലെ നാടകം കളിക്കുമ്പോഴാണ് ഇവൻ ആ കാർ ആക്സിഡന്റ് ഒരു പക്ഷേ പ്ലാൻ ചെയ്ത് സംഭവിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഇയാളോട് ചൂടാൻ തുടങ്ങും. കാരണം അവൻ അറിയാം അന്ന് ഇവനെ കൊല്ലാൻ നോക്കിയത് ഇയാളാണെന്ന്. പക്ഷെ മരിച്ചത് അയാളുടെ സ്വന്തം മോൻ. അങ്ങനെ ആ സത്യം ഇവന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് അവനും എങ്കിൽ പിന്നെ ആക്സിഡന്റ് നടത്തിയത് ആരാന്ന് നമുക്കിപ്പം അറിയാന്ന് പറഞ്ഞ് ഈ കില്ലറിനോട് ചോദിച്ചു മനസ്സിലാക്കും. പക്ഷെ അവനാണ് ഇങ്ങേരെ കണ്ട് പേടിച്ചു സത്യം പറയത്തില്ല. അതുകൊണ്ട് ഇവന്റെ സ്റ്റെപ്പ് മദറാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എല്ലാ കുറ്റവും അവളുടെ നേർക്കം കിടും. അതുകൊണ്ട് ഇത് കേട്ട് റാനാണ് ഷോക്കായിട്ട് സത്യം പറ ഇതിന്റെ പുറം വേറെ ആരും ഒന്നുമില്ല എന്നിട്ട് അവനും ദേഷ്യപ്പെടുമ്പം ഈ കില്ലറും ഇങ്ങേരെ കാണിച്ചു കൊടുക്കത്തില്ല. അപ്പോഴായിരിക്കും ഇവരെല്ലാം അറിയാൻ വരുന്ന റാന്റെ സ്റ്റെപ്പ് മദറാണ് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് അവർ ആക്സിഡന്റ് ആയി മരിച്ചുപോയി. അങ്ങനെ ഇത് ചെയ്ത വേറെ ആരുമില്ല ലീ തന്നെയാ. കാരണം അവന് സത്യത്തിൽ ഇവളോട് സ്നേഹമൊന്നും ഇല്ലായിരുന്നു. പൈസയ്ക്ക് വേണ്ടി അവൻ ചുമ്മാ പുറകെ നടന്ന്. അതുകൊണ്ട് അവളെ കൊന്നിട്ട് അളിയന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പൊ എല്ലാ പൈസയും ട്രാൻസ്ഫർ ചെയ്ത്. അതുകൊണ്ട് ബ്രോ ഇപ്പൊ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അന്ന് രാത്രി തന്നെ സംഗ്ലിയെ കണ്ടിട്ട് നമുക്കിവിടുന്ന് സ്ഥലം വിട്ടാലെന്ന് പറഞ്ഞ് അവന്റെ കൂടെ വിളിക്കും. ഇത് കേട്ട് ഇവളാണ് ഷോക്കായി പെട്ടെന്ന് എന്നോട് ഇങ്ങനെയൊന്ന് പറയാൻ ഇവനിത് എന്തോ പറ്റിയെന്ന് അറിഞ്ഞിട്ട് അവൾക്ക് ഇതൊന്നും താല്പര്യമില്ലെന്ന് പറയും. പക്ഷെ അവനാണ് ആദ്യം തൊട്ട് എനിക്ക് നിന്നെ ആയിരുന്നു ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ വരാൻ പറയുമ്പം അവളും ഇപ്പൊ ഇവനെ കുറിച്ചുള്ള സത്യത്തിൽ അവൾക്ക് മനസ്സിലായെന്ന് പറഞ്ഞ് ഇവന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഇവൾക്ക് മനസ്സിലായെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് റാനായിട്ട് ഇപ്പൊ വല്ല അടുപ്പത്തില്ലെങ്കിൽ പോലും അവൾക്ക് എപ്പോഴും റാനെ ഇഷ്ടം എന്ന് പറയും. ഇത് കേട്ട് അവനാണ് ദേഷ്യത്തിൽ ഇവനെ കുറിച്ച്
എങ്കിൽ പിന്നെ മോശമായിട്ട് വിചാരിക്കുകയാണ് ആ റാൻ സത്യത്തിൽ റാൻ തന്നെയാണോന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കും. ഹൊരേഷ് അവൻ തന്നെ മൊത്തത്തിൽ കള്ളമാണെങ്കിലോ എന്ന് പറഞ്ഞ് ഇവളോട് ചോദിക്കുമ്പം ഇവൾ അതൊക്കെ അവൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇവനെ ഇവിടെ നിന്ന് പോയിക്കോളാൻ പറയും. അങ്ങനെ അതുകൊണ്ട് ലീ ആണ് ഭയങ്കര ദേഷ്യത്തിൽ റാനിനെ കുറിച്ചുള്ള സത്യം എല്ലാവരും അറിയാൻ വരും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം അടുത്ത ദിവസമാണ് റാന്റെ അച്ഛനും അപ്പൂപ്പനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് ചെല്ലും. എന്റെ പൊന്നച്ച സുഖമാണോ? നിങ്ങളുടെ ഒരു പേരക്കുട്ടി കാർ ആക്സിഡന്റിൽ മരിച്ചോയില്ലേ, അതെങ്ങനെയാണെന്നറിയാവോ എന്നതിന് ഇയാൾ വെറുപ്പിക്കുമ്പം അപ്പൂപ്പനാണ് ദേഷ്യത്തിൽ അവന് നീയല്ലാളെ സത്യത്തിൽ കൊന്നേന്ന് പറഞ്ഞ് ഇങ്ങേര് വിഷമിക്കാൻ തുടങ്ങും. അതോടെ അയാളാണ് അത് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഇവിടെ കൊന്ന്, ഇപ്പൊ സന്തോഷമായോ? എങ്കിൽ പിന്നെ താനങ്ങ് മരിക്കി, കാരണം അതിനു വേണ്ടിയാണ് ഞാനിപ്പോ സത്യം പറഞ്ഞത് എന്നിന് ഇയാളും പറയുമ്പോഴാണ് അപ്പൂപ്പനുള്ള ദേഷ്യമെല്ലാം മനസ്സിൽ വെച്ചോണ്ട് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കും വരും. അതിനുശേഷം അവിടുത്തെ ബട്ടൺ നെക്കി നഴ്സിനെ വിളിക്കാൻ നോക്കുമ്പോൾ ഇയാളാണ് അതിനെ സമ്മതിക്കത്തില്ല. അങ്ങനെ അവസാനം ശ്വാസം പോയതോടെ ഡോക്ടറിന്റെ അച്ഛൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് അവിടെ നാടകം കളിച്ചുകൊണ്ടിരിക്കും. ഇതിനുശേഷം ലീ പറഞ്ഞു കേട്ട് സംഗ്ലിയാണ് സംശയത്തി. അവൻ പറഞ്ഞ പോലെ റാൻ അല്ലെങ്കിൽ പിന്നെ അവൻ ആരാന്ന് പറഞ്ഞ് ലീയുടെ ഓഫീസിൽ ചെന്ന് വല്ല ഇൻഫർമേഷൻ കിട്ടുന്ന നോക്കും. അപ്പോഴാണ് ഇവൾ അറിയാൻ വരുന്ന എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ മരിച്ചുപോയ കസിൻ എന്ന്. അതുകൊണ്ട് ഇവൾക്കും പിടികിട്ടി യഥാർത്ഥത്തിൽ ബോസിന്റെ മകൻ അന്ന് ആക്സിഡന്റ് മരിച്ചോയെന്ന്. അതേസമയം അവിടേക്ക് ലീവ് വരുന്ന ശബ്ദം കേട്ട് ഇവള് പേടിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന റാനാണ് നൈസിന് ഇവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ ഈ സമയത്ത് ഇവളെന്തോ ഇവിടെ ചെയ്യുന്ന ചോദിക്കുമ്പം അവൾ ഇവന്റെ സീക്രറ്റ് ഒക്കെ ഇപ്പൊ ഇവൾ അറിയാൻ വന്നെന്ന് അറിയാം. അങ്ങനെ അതുകൊണ്ട് ഇവനല്ലേ എല്ലാരും മരിച്ചോയെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്ന ഇവന്റെ കസിൻ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് സത്യം എന്ന രീതിയിൽ തിരിച്ച് ഇവളോടൊന്നും പറയത്തില്ല. പക്ഷെ അപ്പോഴായിരിക്കും ഇവൻ ആശുപത്രിയിൽ നിന്ന് ഫോൺ കോൾ വരുന്ന ഇവന്റെ അപ്പൂപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചോ എന്ന്. അങ്ങനെ അതോടെ അവൻ അപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓടി ചെല്ലും. അങ്ങനെ ഡോക്ടറും അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇവന്റെ അച്ഛന് കൂടെ ഉണ്ടായിരുന്നു പറയുമ്പം അവന് മൊത്തത്തിൽ കൺഫേം ആവും സത്യത്തിൽ അങ്ങേരായിരിക്കും അപ്പൂപ്പനെ കൊന്നേന്ന്. അതിനുശേഷം അവന്റെ അപ്പൂപ്പനെ ഓർത്ത് വിഷമിച്ച് പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവളാണ് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ സമാനപ്പെടുത്തും. അപ്പോഴാണ് അവനും കരഞ്ഞോണ്ട് എന്റെ അപ്പൂപ്പൻ കൊച്ചിൽ തൊട്ട് എന്നെ സ്നേഹിച്ചു, പക്ഷെ ഞാൻ ആരാന്ന് പോലും അറിയാതെ അവസാനം മരിച്ചുപോയി എന്നിന് ഇവന് വിഷമിക്കുമ്പോഴാണ് അവളും പറയും സത്യത്തിൽ അപ്പൂപ്പന് ഇവൻ ആരാന്ന് മുമ്പേ അറിയാന്ന്. അങ്ങനെ ഇപ്പം നഴ്സ് ഇവളുടെ ഒരു സാധനം തന്നെയാന്ന് പറഞ്ഞ് ഇവന്റെ അത് എടുത്തു കൊടുക്കുമ്പം അപ്പൂപ്പന് ഒരു കല്ലിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കും ഇവന് സംഗ്ലയും അവസാനം വരെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന്. അതായത് അദ്ദേഹത്തിന് മുമ്പേ അറിയാം ഇവനാ എല്ലാരും വിചാരിക്കുന്ന ആ മരിച്ചോയ പേരക്കുട്ടിയെന്ന്. എന്നിട്ട് അവന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ടത് അയാളുടെ സ്വന്തം മോനെ ഇത് കാരണം കൊന്നുകൊണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം റാനാണ് ആ പ്രോജക്റ്റ് പണിയാൻ പോകുന്ന സ്ഥലമൊക്കെ നോക്കിക്കൊണ്ട് അവന്റെ അച്ഛനായിട്ടുള്ള ഓർമ്മയൊക്കെ വിചാരിച്ചോണ്ടിരിക്കും. കാരണം ഈ കമ്പനിയൊക്കെ ഇവന്റെ അച്ഛനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവരെയൊക്കെ കൊന്നതിന് ശേഷം ഇവന്റെ ചിറ്റപ്പം പിന്നെ ബോസ് ആയത്. അതിനുശേഷം ഇയാൾക്ക് സ്വന്തം മോനിലെന്ന് അറിയാത്തോണ്ട് ഇപ്പൊ റാനോട് സംസാരിച്ചുകൊണ്ടിരിക്കും ആ സൂചിന്റെ കുടുംബം ഇൻവെസ്റ്റ് ചെയ്യാതെ ഇപ്പൊ പിന്മാറിപ്പോയെന്ന്. അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ കുറെ ലോസ് ആണെന്ന് അറിയുമ്പം ഇതേക്ക് ഇവനാണ് മനസ്സിൽ സന്തോഷത്തിരിക്കും. കാരണം ഇവനായിരിക്കും മെസ്സേജ് സൂചിനോട് ആ ഇൻവെസ്റ്റ് പിൻവലിക്കാൻ വേണ്ടി പറഞ്ഞ്. കാരണം ഇവന്റെ വേറൊരു പ്ലാൻ ഉണ്ട്. അതിനുശേഷം അവനാണ് മുമ്പ് പറഞ്ഞ പോലെ ആ ജാജിങ് കമ്പനിയിൽ കുറെ ഫണ്ട് ഉണ്ടെന്ന് അറിഞ്ഞ് അവരെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറയും. പക്ഷെ അവർക്ക് കമ്പനിയിലെ കുറച്ച് ഷെയർസ് ഒക്കെ വേണമെന്ന് അറിയുമ്പം ഇവന്റെ അച്ഛനെ സന്തോഷത്തി അങ്ങനാണ് ഈ പ്രശ്നം ഇതോടെ സോൾവ് ആയില്ലെന്ന് പറഞ്ഞ് അതിന് ഇദ്ദേഹം ഓക്കെ പറയും. പക്ഷെ റാനെല്ലാം ഒരു പ്ലാനോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവനും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ സംഗ്ലി അവന് കഴിക്കാൻ വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കും. അതിനുശേഷം ഇവരുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഗ്ലിയുടെ കൂട്ടുകാരനാണ് ആ ലീയെ ഫോളോ ചെയ്തിട്ട് പറയും അവൻ ഇന്നലെ കമ്പനി വന്ന് റാന്റെ കുറെ മുടിയൊക്കെ എടുത്തുണ്ടോ എന്ന്. ഒരേ ശിവനെ കുറിച്ചുള്ള സത്യം DNA ടെസ്റ്റ് ചെയ്ത് അവന്റെ അച്ഛനെ അറിയിക്കാനായിരിക്കും പറഞ്ഞ് ഇപ്പൊ സംഗ്ലിയെ വിളിച്ചു പറയുമ്പം ഇവർ രണ്ടുപേരും പെട്ടെന്ന് പേടിച്ച് അവനെ തടയാൻ വേണ്ടി കമ്പനിയിലേക്ക് ചെല്ലും. പക്ഷെ ഇവർക്ക് മുമ്പേ തന്നെ ലീ ആണ് DNA റിപ്പോർട്ട് എടുത്തോണ്ട് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ചെല്ലും. അതോടെ ഇവർ രണ്ടുപേരും മൊത്തം ടെൻഷനി പുറത്തേക്ക് നിൽക്കുമ്പോഴാണ് ലീ ആണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നീ അയാളുടെ മോന്റെ മുടിയെടുത്ത് ഓഫീസ് ഇട്ടല്ലടാ, നിനക്ക് ഞാൻ വേറെ പണി ഒപ്പിച്ചുതരാം എന്തായാലും എന്നിനെ ലീയുടെ പ്ലാൻ ഫ്ലോപ്പായി അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം സംഗ്ലിയൊന്നും മനസ്സിലാവാതെ ഇവിടെ ഇപ്പൊ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് റാനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ ലീക്ക് ഇവനെ കുറിച്ചുള്ള സത്യം അറിഞ്ഞുകൊണ്ട് ആ മനപ്പൂർ ഓഫീസിൽ ഇവന്റെ അനിയന്റെ മുടിയൊക്കെ എടുത്തോണ്ട് വന്ന് ആ ടേബിൾ ഫുൾ ഇട്ടിരുന്ന. അതുകൊണ്ട് ഇന്നലെ രാത്രി ലീ അത് എടുത്തോണ്ട് പോയി അവൻ DNA ടെസ്റ്റിന് കൊടുത്ത. പക്ഷെ അയാളുടെ മോന്റെ മുടിയായതുകൊണ്ട് അത് തമ്മിൽ മാച്ചായി. അതുകൊണ്ട് ഇവനെ കുറിച്ചുള്ള സത്യം തെളിയിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സംഗ്ലിയോട് സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവിടേക്ക് ഒരു സെക്രട്ടറി വന്ന് ചെയർമാൻ ഇവനെ കാണാൻ ആഗ്രഹിക്കാന്ന് പറയും. അങ്ങനെ അവന് അച്ഛനെ എന്തിനാ ഇപ്പം വിളിച്ചെന്ന് പറഞ്ഞ് അയാളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴാണ് ഇദ്ദേഹവും ബിസിനസ് എല്ലാം കൂടെ ഇവന്റെ അടുത്ത് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കാന്ന് പറയും. അങ്ങനെ സ്വന്തം മോനെന്ന് വിചാരിച്ച് ഇയാളെല്ലാം വാരി കൊടുത്തോണ്ടിരിക്കുക. അതിനുശേഷം അളിയന്റെ ബർത്ത്ഡേക്ക് എല്ലാ ബിസിനസ്സുകാരെയും വിളിച്ച് ട്രീറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്കാണ് ഇയാളുടെ ആദ്യത്തെ ഭാര്യ വരും. അങ്ങനെ അവർക്ക് റാൻ സ്വന്തം മോനല്ലെന്നറിയാം. പക്ഷെ സ്വന്തം മോനെ കൊന്നോണ്ട് അവരിപ്പോ റാന്റെ കൂടെ ചുമ്മാ നാടകം കളിക്കുക. കാരണം അവനാണ് ഇപ്പൊ ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചെടുത്തിയത്. അങ്ങനെ എന്റെ അച്ഛന്റെ കല്ലറ കാണാൻ വന്നേന്ന് പറഞ്ഞ് ഇയാളുടെ എക്സ് വൈഫും പറയുമ്പം നിന്റെ അച്ഛന്റെ ശവപ്പെട്ടി ഇവിടെ അല്ലേടിന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവരെ അങ്ങ് പറഞ്ഞയക്കും. അങ്ങനെ അതുകൊണ്ട് ബിസിനസ്സുകാരുടെ ഇടയ്ക്ക് അളിയൻ
അളിന് കുറച്ച് നാണക്കേടായി. അതിനുശേഷം ഇനി അളിന് സമ്മാനം കൊടുക്കണ്ടെന്ന് പറഞ്ഞ് റാനാണ് അച്ഛനാരോ ഗിഫ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനത് വാങ്ങിച്ചു കൊടുക്കും. അപ്പോഴാണ് ഇയാളെ തുറന്നു നോക്കുമ്പം ഇയാൾ ആക്സിഡന്റ് ചെയ്ത് കൊലപ്പെടുത്തിയ അവന്റെ കസിന്റെ പേരെന്ന് വന്നേക്കുന്നത്. അതവിടെ ഡ്യൂഡ് ഇവിടെ മൊത്തത്തിൽ കലിപ്പായി. മരിച്ചോയനെ എവിടെ നിന്ന് ഗിഫ്റ്റ് അയച്ചെന്ന് പറഞ്ഞ് സമ്മാനത്തിൽ വീട്ടിൽ ചെന്ന് നോക്കുമ്പം അവിടെ മരിച്ചോയന്റെ ഫോട്ടോ എല്ലാം ഇയാളുടെ ആദ്യത്തെ ഭാര്യ ഫുള്ളിങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കും. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിന്നെ ആരെ ഇപ്പം ഇവിടേക്ക് വരുത്തിയെന്ന് പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ചൂടാകും. പക്ഷെ അവരാണ് എന്തായാലും ബിസിനസ് എല്ലാം ഞങ്ങളുടെ ഫാമിലിയുടെ അടുത്തിരുന്നില്ല അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് ഇങ്ങേരിട്ട് കുറെ വെറുപ്പിക്കുമ്പം ചെറുക്കനാണ് അവിടെ തുപ്പാക്കിയായിട്ട് ഇവരെ ഷൂട്ട് ചെയ്ത് കളിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവരുടെ അടുത്തേക്ക് ചെന്ന് ഈ തുപ്പാക്കി മോൻ ആരെ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവന് മരിച്ചുപോയ റാന്റെ കസിന്റെ പേര് പറയും. ഇതോടെ ഇങ്ങേർക്കാണ് ഭയങ്കര പ്രാന്തായി. മരിച്ചുപോയൻ എങ്ങനെയാടാ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തതെന്ന് ഇവിടെ മൊത്തത്തിൽ ദേഷ്യത്തിരിക്കും. അങ്ങനെ ഇങ്ങേരെ വട്ടാക്കാൻ തന്നെ അവരുടെയൊക്കെ പ്ലാൻ. അതുകൊണ്ട് അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് വീണ്ടും ഇയാൾ കൊന്ന ആ കസിന്റെ ഒരു സാധനം കണ്ടുടഞ്ഞ് ഇതൊക്കെ അയാളുടെ ആദ്യത്തെ ഭാര്യ ആയിരിക്കും ചെയ്തെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവരെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ ഇതേ സമയമായിരിക്കും അവിടുത്തെ റൂമിൽ ഇരുന്നുകൊണ്ട് ചെൻ ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ അവള് മേക്കപ്പ് എല്ലാം ഓക്കെ അല്ലെന്ന് പറഞ്ഞ് അവളുടെ ഫാൻസിനോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളെ പുറത്തിരുന്ന് സെക്രട്ടറി വിളിക്കും. അങ്ങനെ അതോടെ അവളി ലൈവ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് പോകും. പക്ഷെ ഇതേ സമയത്തായിരിക്കും ഇങ്ങേര് അയാളുടെ എക്സ് വൈഫിനെ വിളിച്ചോണ്ട് ആ റൂമിലേക്ക് കയറി ഇരുന്ന് എന്നിട്ട് ചെവിക്കൽ നോക്കി 2-3 അടി കൊടുത്തിട്ട് നിന്റെ ഫാമിലിയുടെ ബിസിനസ് ആയാലും ഇത് വളർത്തിക്കൊണ്ടുവന്ന ഞാൻ ആടി എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് കലിപ്പിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇയാളുടെ അസിസ്റ്റന്റ് ആണ് അവിടെ കോഡ് എത്തിയിട്ട് ഇത് ലൈവ് ബ്രോഡ്കാസ്റ്റ് ആയി ബോസ് എന്ന് പറഞ്ഞ് അവനത് കാണിച്ചു കൊടുക്കും. അതോടെ അങ്ങേരാണ് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇപ്പൊ നടന്ന സംഭവം ഇന്റർനെറ്റ് മൊത്തത്തിൽ അങ്ങ് വൈറലാകും. പക്ഷെ ഇത് റാന് സംഗ്ലി ചെയ്ത പരിപാടിയൊന്നുമല്ല, അത് അബദ്ധത്തിൽ ആ ലൈവ് ഓണായി കിടന്ന. എന്തായാലും ഇനി അയാൾക്ക് കിട്ടാൻ പോകുന്ന പണി നമുക്ക് വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യാന്ന് പറഞ്ഞ് ഇവരുടെ സന്തോഷത്തിരിക്കും. അങ്ങനെ അടിച്ചത് എക്സ് വൈഫിനാണെങ്കിലും ആ പ്രശ്നം സോൾവ് ആകാൻ വേണ്ടി ഇയാൾ ആശുപത്രി ചെന്ന് അഡ്മിറ്റ് ആകും. അതുകൊണ്ട് സെക്രട്ടറിയും ഇദ്ദേഹത്തിന്റെ വീഡിയോ മൊത്തത്തിൽ വൈറലായി റിപ്പോർട്ടേഴ്സൊക്കെ കമ്പനി ചുറ്റിന്ന് അറിയുമ്പം റാൻഡ് അച്ഛനാണെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാതെ എന്തായാലും കുറച്ച് ദിവസം ഈ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആയി കിടക്കുവാണ്. അവർ പിന്നെ റിപ്പോർട്ട് എടുക്കാൻ പറ്റാതെ ഈ ന്യൂസൊക്കെ എടുത്തു കളയെന്ന് പറയും. അങ്ങനെ അതുവരെ അളിയൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതേസമയം ഇവിടെ റാനും അയാളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി അവസാനം കമ്പനിയുടെ പേര് ചീത്തയായി പോയെന്ന് പറഞ്ഞ് അവൻ ടെൻഷൻ ആയിരിക്കുമ്പം ഇവളാണ് അത് ഇവൻ ചെയ്ത് തെറ്റൊന്നല്ലല്ലോ, ചെന്നറിയാതെ ലൈവ് ഓഫ് ആക്കാതെ പോയതല്ലേ തെറ്റെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടാൻ വേണ്ടി പറയും. ഇതിനേശ് ഇവരും എങ്ങനെയൊക്കെ അങ്ങേരി പിടിച്ച് ജയിലിലാക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ കാർ ആക്സിഡന്റ് ചെയ്ത എവിഡൻസ് ഒക്കെ തപ്പാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷെ ആ കില്ലർ പറഞ്ഞത് അന്ന് കാർ ആക്സിഡന്റ് ചെയ്ത ഇവന്റെ സ്റ്റെപ്പ് മദർ ആണെന്ന്. അതുകൊണ്ട് അവരിപ്പോ മരിച്ച സ്ഥിതിക്ക് അവരുടെ ഉള്ള എവിഡൻസ് എല്ലാം മിക്കവാറും അവർക്ക് വിശ്വാസമുള്ള ആരുടെയും കൊടുത്താണെന്ന് വിചാരിക്കും. ഒരു അവരുടെ മോനായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പൊ സംഗ്ലിയാണ് ഇവന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ കൊച്ചുവിനെ കണ്ട് ആ സമാനപ്പെടുത്തും. കാരണം അവന്റെ അമ്മ മരിച്ച വിഷയം അറിഞ്ഞ് അവനിപ്പോ ആരോട് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ആ പയ്യനെ കണ്ട് സമാനപ്പെടുത്തി കൊച്ചിലെ ഇവളുടെ അമ്മയും മരിച്ചു എന്ന് അറിഞ്ഞിട്ട് അവരുടെ ഓർമ്മയായിട്ട് ഇവളുടെ ഒരു കണ്ണാടി ഉണ്ടെന്ന് അറിയും. അതുകൊണ്ട് ഇവന്റെ അമ്മ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നിട്ടുണ്ട്, അത് അമ്മ കൂടെയുള്ള പോലെ വിചാരിച്ചാൽ മതിയെന്ന് ഇവൾ പറഞ്ഞ് ആശ്വാസപ്പെടുത്തുമ്പോഴാണ് അവന് അമ്മ എനിക്ക് ഈ ബാഗ് സുരക്ഷയായിട്ട് തന്നേളെന്ന് പറഞ്ഞ് ഇവളോട് എടുത്തു പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഇവളാണ് എങ്കിൽ പിന്നെ ആ ബാഗിനകത്ത് എന്തോന്ന് പറഞ്ഞ് അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പം അതിനകത്തൊരു പെൻഡ്രൈവ് ആണ്. അതായത് റാൻഡ് അച്ഛന് ആ കാർ ആക്സിഡന്റ് ചെയ്തെന്നെല്ലാം ഈ പെൻഡ്രൈവിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ അതുകൊണ്ട് ഇത് മനസ്സിലാക്കി അവളാണ് മിക്കവാറും ഇവന്റെ സേഫ്റ്റിക്ക് വേണ്ടി ഇതിനകത്തായിരിക്കും എവിഡൻസ് എന്ന് പറഞ്ഞ് ഇവൾ അതങ്ങ് എടുത്ത് വയ്ക്കും. അതേസമയം റാൻ അവന് ചിറ്റപ്പനെ കാണാൻ വന്നിട്ട് അവൻ ഐസിന് അവിടെ റെക്കോർഡർ ഫിറ്റ് ചെയ്യും. അതിനുശേഷം അവന് കഴിക്കാൻ വേണ്ടി ആപ്പിളൊക്കെ ചീവിക്കൊണ്ടിരിക്കുമ്പം സംഗ്ലിയാണ് എവിഡൻസ് ഇട്ടെന്ന് പറഞ്ഞ് ഇവന് മെസ്സേജ് ഇടും. അതുകൊണ്ട് അവനും എങ്കിപ്പൻ അച്ഛൻ റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞിട്ട് അവൻ ആപ്പിളും കഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. പക്ഷെ ഇദ്ദേഹം വിചാരിച്ചത് ഇവൻ ഇത്രയും ക്ലീൻ ആയിട്ട് വെട്ടിത്തരുന്ന അയാൾക്ക് വേണ്ടിയാന്ന്. അപ്പോഴാണ് അവനും അച്ഛൻ ഇവിടെ സമ്മാനിച്ച് ജീവിച്ചാലും എന്റെ കസിന്റെ ഫാമിലി മൊത്തത്തിൽ മരിച്ചുപോയില്ലെന്ന് അറിഞ്ഞ് ഇവന് സങ്കടത്തിൽ പറയും. ഇത് കേട്ട് ഇയാളാണ് ദേഷ്യത്തിൽ ഈ സമയത്ത് എന്തിനാ അവരെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതെന്ന് അറിഞ്ഞ് അദ്ദേഹമാണ് ദേഷ്യത്തിലാകും. അപ്പോഴാണ് ഇവനും ഞാൻ അച്ഛനൊരു കഥ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവനൊരു ഫ്ലാഷ് ബാക്ക് എടുത്ത് പറയും. അതായത് കൊച്ചിലെ റാന്റെ ബർത്ത്ഡേക്ക് ആ ഫാമിലിയായിട്ട് പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാണ് ഒരു കാർ ആക്സിഡന്റ് ഇവരെല്ലാരും കൂടെ അങ്ങ് പെടും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇങ്ങേരാണ് ഒരേശി ഈ ആക്സിഡന്റ് ഇവർ കടന്ന് മരിക്കുവാണ്, പിന്നെ ബിസിനസ് എല്ലാം അയാൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഇവരെ രക്ഷിക്കാൻ നോക്കിയിട്ട് പിന്നെ വേണ്ടെന്ന് വെക്കും. പക്ഷെ അതേസമയം റാന്റെ അച്ഛനമ്മയും കൂടെ ആ സ്പോട്ടിൽ മരിച്ചിട്ടുള്ളു. ഇവനാണ് ജീവനോടെ തന്നെ ഇരുന്ന്. അതുകൊണ്ട് അവന്റെ ചിറ്റപ്പൻ ഇങ്ങനെ വന്നിട്ട് രക്ഷിക്കാതെ പോകുന്നേക്ക് അവൻ കണ്ടോണ്ടിരുന്ന. അങ്ങനെ അതൊക്കെ അവനിപ്പോ ഇയാളോട് എടുത്തു പറയുമ്പം ഇങ്ങേരാണ് ഷോക്കായിട്ട് അതൊക്കെ നിനക്കെങ്ങനെ അറിയാം മോനെ എന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവന് പതി അടുത്തേക്ക് വന്നിട്ട് ആരാടാ നിന്റെ മോൻ? ഞാനാ 3 വർഷം മുമ്പ് നീ കൊല്ലാൻ നോക്കിയ നിന്റെ മകന്റെ കസിൻ. അന്ന് നീ കൊന്നത് എന്നെയല്ല നിന്റെ മകനെ. ഞങ്ങൾ 2 ആ കാറിയാന്നുണ്ടായിരുന്നു. പക്ഷെ അബദ്ധവശ അവനാണെ മരിച്ചുപോയി. ആന്റിക്ക് ഈ സത്യമൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാ അവർ ഞാൻ നിന്റെ മകനല്ലാത്ത കാര്യം നിന്നോട് ഇതുവരെ പറയാത്ത. നിന്റെ ഗോൾ നീ അച്ചീവ് ചെയ്യാൻ വേണ്ടി നീ എല്ലാരും കൊന്നു തുടങ്ങി. അവസാനം സ്വന്തം മോനിൽ അവൻ തീർന്ന്. അതുകൊണ്ട് നീ ചെയ്ത തെറ്റിനെല്ലാം കടം തീർക്കാൻ ഞാൻ വന്നേക്കുക. ആശുപത്രിക്കാരെ
ആന്റിക്ക് അറിയാവുന്നതുകൊണ്ട് അവര് ഞാൻ മരിച്ചതായിട്ട് കണക്ക് കാട്ടി. അതുകൊണ്ടാ ഇതുവരെ മകനെ കാണാത്ത നീ ഞാനാ നിന്റെ മകൻ എന്ന് വിശ്വസിച്ച. കൂടാതെ അന്നോട്ടെ നിന്റെ മകനായിട്ട് ഞാനും ജീവിച്ചോണ്ടിരിക്കുക. എന്നിട്ട് ഇവന് സത്യമെല്ലാം പറഞ്ഞ ഉടനെ ഇയാളാണ് മൊത്തത്തിൽ ഷോക്കായി പോകും. അപ്പോഴാണ് അവനും അവന്റെ ഫാമിലിയുടെ ബിസിനസ്സെല്ലാം ഇപ്പൊ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നേക്കുന്നതെന്ന് അച്ഛാന്ന് പറയുമ്പം അയാളാണ് എന്നെ നീ അച്ഛാന്ന് വിളിക്കല്ലെന്ന് പറഞ്ഞ് അയാൾ മൊത്തം വെപ്രാളത്തിലാകും. അതിനുശേഷം അവനും സ്വന്തം മോനെ കൊന്നതിനും ഇവന്റെ പാരന്റ്സിനെ കൊന്നുള്ള ശിക്ഷ ഇവന് കിട്ടുമെന്ന് പറയുമ്പം അയാളും ദേഷ്യത്തി ഇവൻ പറഞ്ഞതിനൊക്കെ എവിഡൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇയാൾ ജയിലിൽ പോകാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പം അവൻ എവിഡൻസ് ഇല്ലാതെയാണ് ഇവിടെ ഒന്ന് ഷോ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതോടെ ഇങ്ങേർക്ക് മൊത്തത്തിൽ ഭ്രാന്തളകി സ്വന്തം മോനെ തന്നെ അതിൽ കൊന്നെന്നറിഞ്ഞ് അയാൾ കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം എവിഡൻസ് ആയിട്ട് സംഘില് റാനെ കാണാൻ വരുമ്പോഴാണ് വരുന്ന വഴിക്ക് രണ്ടാവന്മാര് ഇവളുടെ ആയിരിക്കുന്ന എവിഡൻസ് അങ്ങ് തട്ടിപ്പറിച്ചോണ്ട് പോകും. അതോടെ അവളാണ് എവിഡൻസിൽ അവന്മാർ കൊണ്ടുപോയെന്ന് പറഞ്ഞ് റാനോട് പറയുമ്പം അവന് അത് പോകുന്നേ പോട്ടെ ഇവൾക്കൊല്ലാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോട് കെയറിങ് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ എവിഡൻസ് ഒക്കെ തട്ടിപ്പറിച്ചോണ്ട് പോയത് ലീഡ് ആൾക്കാരാ. അതുകൊണ്ട് അവനാണ് ഇപ്പൊ എവിഡൻസ് ആയിട്ട് ഡ്യൂഡിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി വരും. ബോസ് താങ്കൾക്ക് സുഖമാണോ? സുഖമല്ലെന്നറിയാം. അതുകൊണ്ട് ഞാനൊരു ഡീലായിട്ട് ഇവിടേക്ക് വന്നേക്കുക. നിങ്ങൾക്ക് ജയിലിൽ പോകാൻ ആഗ്രഹമില്ല, നിങ്ങളുടെ കമ്പനിയിലെ ഷെയർസ് എല്ലാം എന്റെ പേരിലേക്ക് മാറ്റണം. അങ്ങനാണ് ഞാൻ വേണം സഹായിക്കാം. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അങ്ങേരാണ് ഇത് കേട്ട് പുച്ചെത്തി എന്തോ എന്റെ കമ്പനിയുടെ ഷെയർസില്ല നിന്റെ പേരിലേക്ക് മാറ്റാനോ? പിന്നെ ഞാനെന്തോ റോഡിൽ ഇറങ്ങി നടക്കണം? അതൊന്നും പറ്റത്തില്ല. എന്നിട്ട് അയാൾ പറഞ്ഞോടെ ഇവനും ഓ സോറി, ഇനിയിപ്പോ നിങ്ങളുടെ മോനൊന്ന് സഹായിക്കുന്നു വിചാരിക്കോ? അയ്യോ അങ്ങനെ പറഞ്ഞോടല്ലോ, അത് നിങ്ങളുടെ സത്യത്തിൽ മോനല്ലല്ലോ, ഇനിയിപ്പോ ആര് സഹായിക്കും? അതുകൊണ്ട് എന്നെ കൊണ്ടേ ഇപ്പൊ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കെതിരായിട്ടുള്ള എവിഡൻസ് ഒക്കെ ഇപ്പൊ എന്റെ ഇരിക്കുക. ഇത് ഞാൻ സംഘയുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റി. അവരിത് കോടതി കാണിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ അകത്തിടന്നേനെ. പക്ഷെ ഇപ്പൊ എന്റെ ഉള്ളതുകൊണ്ട് നമുക്ക് ഡീൽ ചെയ്യാം. എന്നിട്ട് ഇവനും പറയുമ്പം ഇയാളും ദേഷ്യത്തി ഇയാളല്ല റാന്റെ സ്റ്റെപ്പ് മദറിനെയും കാർ ആക്സിഡന്റ് ചെയ്ത് കൊന്നേന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് അവനെ ബ്ലാക്ക് മെയിൽ ആക്കുമ്പം ലീ എനിക്കൊന്നും സീനില്ലെന്ന് പറഞ്ഞ് അവന് പോലീസിനെ വിളിക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതൊക്കെ റാം വെച്ചിരുന്ന റെക്കോർഡിനകത്തെല്ലാം റെക്കോർഡായിക്കൊണ്ടിരിക്കുക. അതിനെ ഇയാളാണ് ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട് പേടിച്ചുപോയി. എങ്കിൽ പിന്നെ ഇയാൾക്കാകെ കമ്പനി ഉള്ളത് 45% ഉള്ളു, അത് 25% ഇവന്റെ പേരിലേക്ക് മാറ്റിത്തരാന്ന് പറയും. അതുകൊണ്ട് അവനാണ് ഞാൻ ചുമയോടത്ത് നഴ്സിനെ വിളിച്ചാന്ന് പറഞ്ഞിട്ട് നാളെ തന്നെ കമ്പനിയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് ഇവന്റെ പേരിലേക്ക് ആ ഷെയർസ് ഒക്കെ മാറ്റാൻ വേണ്ടി പറയും. എന്നാലേ ഈ എവിഡൻസ് പുറത്തു പോകത്തില്ലെന്ന് അവനും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അങ്ങ് പോകും. അതേസമയം ഇവിടെ സംഗ്ലയും ഇവൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവളുടെ എവിഡൻസ് നഷ്ടപ്പെട്ടെന്നോ എന്ന് വിഷമിച്ചിരിക്കുമ്പം അവൻ ആ റെക്കോർഡർ ഉള്ളതുകൊണ്ട് എവിഡൻസിനെ കുറിച്ച് ഇവള് പേടിക്കണ്ടെന്ന് പറയും. ഏതെങ്കിലും ഒരു വഴിയിൽ അവരകത്താക്കാൻ പറ്റുമെന്ന് ഇവന് വിശ്വസിച്ചിരിക്കുക. എന്നിട്ട് അടുത്ത ദിവസം കമ്പനി വെച്ച് യഥാർത്ഥത്തിൽ റാൻ ചെയർമാന്റെ മകനല്ലെന്ന് അറിഞ്ഞ ഉടനെ അവൻ ചെയർമാനെ പറ്റിച്ച് ഇവിടുത്തെ കമ്പനിയിൽ ബോസ് ആയതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേൾക്കുന്ന റാന്റെ എംപ്ലോയീസ് ആണ് ഞങ്ങളുടെ ബോസിനെ കുറിച്ച് നിങ്ങൾ അനാവശ്യം പറയില്ലെന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ലീയും ആ റാനെ സപ്പോർട്ട് ചെയ്ത് ആരാന്ന് പറഞ്ഞിട്ട് അവന് ചോദിച്ചു മനസ്സിലാക്കി അവൾ ഇപ്പൊ തന്നെ ജോലി നിന്ന് പുറത്താക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. കാരണം അളിയൻ ഇപ്പൊ കോൺഫിഡൻസ് ഇരിക്കുക ഈ ഷെയർ കിട്ടിയതോടെ അവൻ ഈ കമ്പനിയിലെ ബോസ് ആകുമെന്ന്. അതുകൊണ്ട് ഇവള് വിഷമിച്ച് എന്തായാലും ജോലി നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവിടെ അതേസമയം ലീയെ അയാൾ അടുത്ത ചെയർമാനാക്കി മാറ്റും. കാരണം അതായിരുന്നു അവൻ ഇന്നലെ പറഞ്ഞ ഡീൽ. അങ്ങനെ അടുത്ത ചെയർമാനായിട്ട് ലീ അപ്പോയിന്റ് ചെയ്യുമ്പം മിക്കുള്ളവർ അതിനെ സമ്മതിക്കും. പക്ഷെ അതേ സമയത്തായിരിക്കും അവിടുത്തെ സ്പീക്കറിനകത്തെല്ലാം ഇന്നലെ ഇവർ രണ്ടും കൂടെ സംസാരിച്ച കാര്യം മൊത്തത്തിൽ ലീക്കാകുന്നത്. കാരണം റാൻ അതൊക്കെ റെക്കോർഡ് ചെയ്തത് ഇപ്പൊ മൊത്തത്തിൽ എല്ലാവരും കേൾപ്പിക്കുക. അതോടെ ലീയാണ് മൊത്തം ടെൻഷനായി ഇത് ആരാടെ പ്ലേ ചെയ്തെന്ന് പറഞ്ഞ് അവൻ അതൊക്കെ ഓഫ് ചെയ്ത് കളയാൻ വേണ്ടി പറയും. പക്ഷെ അവിടെയൊക്കെ ഇന്ന് റാനാണ് ഇവനെ ചെയർമാനൊക്കെ ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് അവന്റെ ആന്റി ആയിട്ടൊന്ന് സംസാരിക്കും. ഇത് കേട്ട് ലീയാണ് പുച്ചത്തി ഇവൻ സത്യത്തിൽ ഇവിടുത്തെ ചെയർമാന്റെ മകൻ പോലല്ല, പിന്നെ ഇവൻ പറഞ്ഞ് ഇവിടെ ആരെ കേൾക്കാൻ പോന്നെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് ഈ കമ്പനിയുടെ ഷെയർസിൽ ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഇറക്കുന്ന സത്യത്തിൽ റാൻ ആ റിസോർട്ട് പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് ജാജിങ് എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനിയാ. പക്ഷെ ആ കമ്പനി ഉള്ളത് ഇവന്റെ ആന്റിയുടെ പേരില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത കാരണം കൊണ്ട് പകുതി മുക്കാല് ഷെയർസും ഇവരുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അതും പറഞ്ഞ് മാസം കാണിക്കുമ്പം ചെയർമാനാണ് മൊത്തം ടെൻഷനായി അത് നിന്റെ കമ്പനി ആയിരുന്നോടിയെന്ന് പറഞ്ഞ് ഇയാൾ മൊത്തത്തിൽ അങ്ങ് പെട്ടുപോകും. അതിനുശേഷം റാന് ലീയെ നോക്കി ഇപ്പൊ നീ കമ്പനിയിൽ നിന്ന് പുറത്തോടാന്ന് പറഞ്ഞ് അവനെ റിസൈൻ ചെയ്യിപ്പിക്കും. ഇതോടെ അവനാണ് ചിരിച്ചുകൊണ്ട് എന്നെ ചെയർമാൻ പൊസിഷനിൽ നിന്ന് മാറ്റിയാലും എനിക്ക് ഈ കമ്പനിയോട് ഇപ്പൊ ഷെയർസ് ഉണ്ടെന്ന് പറഞ്ഞ് അവന് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഇത് സംഘലയാണ് ഇവൻ ഇവിടെ നിന്ന് പോകുന്ന മുമ്പ് മറ്റേ സ്റ്റെപ്പ് മദറിന്റെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയ പൈസ എല്ലാം തിരിച്ച് തന്നിട്ട് പോകാൻ വേണ്ടി പറയും. കാരണം അവളുടെ അക്കൗണ്ടിൽ നിന്ന് ഇവന്റെ അക്കൗണ്ടിലേക്ക് മാറിയതൊക്കെ ഇവർ എവിഡൻസ് ആക്കി ഒരു പെൻഡ്രൈവിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസും പിന്നെ ആ കില്ലറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അയാളുടെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തിട്ടല്ലേന്ന് പറഞ്ഞ് ഇവൾ ആ കേസ് ഉണ്ടെന്ന് പറയുമ്പം ഇവനാണ് മൊത്തത്തിൽ പെട്ടെന്ന് അറിഞ്ഞിട്ട് അവന് സംഗ്ലിയാണ് എനിക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വിഷമിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതോടെ ലീ അയാളും കൂടെ ജയിലിൽ പോകുന്ന ഉറപ്പ് വരുമ്പോഴാണ് അങ്ങേര് റാനോട് എന്റെ കൊച്ചു മകനെ മാത്രം സുരക്ഷയായിട്ട് നോക്കാമെന്ന് പറഞ്ഞ് ഇവനോട് സഹായം ചോദിക്കും. അപ്പോഴാണ് റാനും അവനെ കുറിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇവൻ നോക്കിക്കോളാന്ന് പറയും. അതുകൊണ്ട് സമ്മാനിച്ച് ജയിലിൽ തന്നെ താമസിച്ചെന്ന് പറഞ്ഞ് ഇവൻ
ഇവൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചിടും. അങ്ങനെ അവസാനം പ്രശ്നമെല്ലാം സോൾവ് ആയിട്ട് ഇവരും പുറത്തേക്ക് വരുമ്പോഴാണ് കമ്പനിയുള്ള എല്ലാവരും അവരെ ക്ലാപ്പ് ചെയ്ത് വെൽക്കം ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് റാൻ ആ സമയത്ത് പെട്ടെന്ന് ഇവളങ്ങ് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ കള്ളങ്ങൾ കൊണ്ട് നമ്മുടെ ബന്ധം തുടങ്ങിയാലും ഇനി നമ്മുടെ ജീവിതം ഫുള്ളും ട്രൂ ആയിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പുതിയ ലൈഫ് ഇവിടെ തൊട്ട് തുടങ്ങാന്ന് പറയും. ഇത് കേട്ട് അവള് ടച്ച് ആയാലും എന്തായാലും ഇതിനും ഇവള് പ്രപ്പോസ് ചെയ്തപ്പോ ഇവൻ ഉത്തരം പറയാതിരുന്നോണ്ട് അവള് തൽക്കാലം ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് പറയും. അതോടെ എല്ലാരും മൊത്തം ഷോക്കായി പോകുമ്പോഴാണ് ഇവൻ ഇവളെ സമ്മാനപ്പെടുത്താൻ എങ്ങനെയാന്ന് എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ഇവള് പ്രപ്പോസ് ചെയ്ത പോലെ തന്നെ സെയിം ഫ്ലവറും കൊണ്ട് അവർ റിംഗ് ഉണ്ടാക്കും. അതോടെ അവളാണ് സന്തോഷത്തി എങ്കിൽ പിന്നെ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ ആ റിംഗ് വാങ്ങിച്ചിടും. അങ്ങനെ അതോടെ എല്ലാ സന്തോഷത്തി നിങ്ങൾ കിസ് എന്ന് പറഞ്ഞ് അവരൊക്കെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഡ്രാമ അവസാനിച്ചുകൊണ്ട് കിസ്സൊക്കെ അവസാനിച്ച സീനിൽ കാണിക്കാന്ന് പറഞ്ഞ് ഇവന് സംഗ്ലയുടെ കൂടെ ഗ്രാമത്തിൽ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ ഇവളുടെ കൂടെ ഗ്രാമത്തിൽ ജീവിക്കാൻ ഇവനെ സമ്മതം ചോദിക്കുമ്പോൾ ഇവൾ അവിടെ ഉണ്ടോ അവൻ എപ്പോഴും അവിടെ തന്നെ കാണുന്ന അറിഞ്ഞ് ഇവ രണ്ട് റൊമാൻറ്റിക് ആയിട്ട് കിസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ബ്യൂട്ടിഫുൾ സീനോടെയാണ് നമ്മുടെ ലയേഴ്സ് ഇൻ ലവ് ഡ്രാമ തീരുന്നത്. ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ട് അടുത്തൊരു പുതിയ ഡ്രാമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതും തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രാമ തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത ഡ്രാമയിൽ കാണാം.